ാണ് ഗസക്കാർ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ 3 ഭാഗവും ഇസ്രായേലും 1 ഭാഗം ഈജിപ്തും. ഈജിപ്തിന്റെ റഫാ കുത്തി കൂട്ടി അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു എലിപ്പത്തായതിൽ പെട്ടതുപോലെയാണ് അവർ ജീവിക്കുന്നത്. അവിടെ അവരെ ഇസ്രായേൽ മതിൽ കെട്ടിയിട്ടുണ്ട്, 3 ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിൽ കെട്ടിയപ്പോൾ ഗസക്കാർ ചെയ്തതെന്താണ്? മതിലിൽ അവർ ചിത്രം വരച്ചു എന്നുള്ളതാണ്. മതിലിൽ ചിത്രം വരച്ചുകൊണ്ട് അവർ പ്രതിരോധിച്ചു. അവർക്ക് നേരെ വന്ന മിസൈലുകളും പടക്കോപ്പുകളും എല്ലാം എടുത്തുകൊണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് അത് പൂച്ചട്ടികളാക്കി മാറ്റി. ഇങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന മാർഗങ്ങളിലൂടെ എല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ് കല എന്ന് പറയുന്നത്. ഭയങ്കരമായ സെൻസറിങ് ഉള്ള പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലും പല സെൻസറിങ് ഉള്ള ക്രിയേറ്റിവിറ്റികൾക്കൊക്കെ തടസ്സമുണ്ടാകുന്ന പല രാജ്യങ്ങളിലും അവിടെ നിന്ന് വരുന്ന കലാരൂപങ്ങൾ, ഫലസ്തീനിൽ നിന്നുള്ള സിനിമകളൊക്കെ നമുക്കറിയാം വളരെ ഉജ്ജ്വലമായ സിനിമകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്ക് കല ഒരു പ്രതിരോധമായി മാറുമ്പോഴാണ് കലയ്ക്ക് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. മറ്റൊന്ന്, കല ചരിത്രമാണ്. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ റീസെൻ്റായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടത്. എത്ര കാലം കഴിഞ്ഞാലും ഒരു ചരിത്രത്തെ വീണ്ടും അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് കല. അവിടെ ആ ചരിത്രം വീണ്ടും 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 നമ്മളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ഒരു കലാകാരന്റെ ദൗത്യം. അതിനെ വായ മൂടിക്കെട്ടാൻ ഭരണാധികാരികൾ പലതും ശ്രമിക്കും. പക്ഷേ ചരിത്രം തന്നെയാണ്. വൺസ് ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടെങ്കിൽ, ഒരു കലാരൂപം നിർമ്മിക്കപ്പെട്ടെങ്കിൽ അത് നിർമ്മിക്കപ്പെട്ടത് തന്നെയാണ്. അതിന് നിങ്ങൾ എത്ര തന്നെ മായ്ച്ചു കളഞ്ഞാലും ആ ചരിത്രം മാറാൻ പോകുന്നില്ല. ഒരു എമ്പുരാൻ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞതുപോലെ ഗുജറാത്ത് കലാപത്തിന്റെ റെഫറൻസ് ഉണ്ടെങ്കിൽ, അതിൽ ഗുജറാത്ത് കലാപത്തിന്റെ കൾപ്രിറ്റ്സിന്റെ ഛായയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. എത്ര കട്ട് ചെയ്താലും അത് മായ്ക്കപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ കല ഒരു ചരിത്ര നിർമ്മിതി കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു സാംസ്കാരിക സംഗമത്തിൻ്റെ ഉദ്ഘാടനമാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ദൗത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരു കെട്ടകാലത്തിൽ ഒരു മികച്ച കലാജീവിതവും, ഒരു മികച്ച കലാസ്വാദനവും, ഒരു മികച്ച കലാപ്രതിരോധവും, മികച്ച ഒരു കലയുടെ ഒരു ബഹിർസ്ഫുരണവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി നമ്മുടെ